നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതുമാകട്ടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരറിയാതെ നമ്മൾ നേരിട്ട് കേൾക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ അതിനായിട്ട് പ്രത്യേകം ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇത് അനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഇല്ല എങ്കിൽ അതിനായിട്ട് പ്രത്യേകം ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. എല്ലാ മൊബൈലിലും ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ ഇത് കൃത്യമായിട്ട് വർക്കാവുകയും ചെയ്യും. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, ഏതാണ് ആ സെറ്റിങ്സ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷന് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ മൈക്ക് എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ കാണിക്കും. ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാനിപ്പോൾ കണക്ട് ചെയ്യാണ്. നേരത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഇതൊന്ന് ചെവിയിൽ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആകും. ഇനി അങ്ങനെ കണക്ട് ആകുന്നില്ലെങ്കിൽ ഒന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഹെഡ്സെറ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഓപ്പൺ മൈക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മൈക്ക്, അതായത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ കാണിക്കും. വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ. ഇവിടെ കംപ്ലീറ്റ് ഓണിലാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോയ്സ് റിഡക്ഷൻ ഉണ്ട്, അതും ഓണിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. നോയ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും. പിന്നെ ബൂസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ സൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയേ വേണ്ടൂ. സംഭവം ഇവിടെ വർക്കിംഗ് ആണ്, മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ മൊബൈലിലെ അടുത്തുള്ള സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് ബ്ലൂടൂത്തിൻ്റെ പരിധിയിൽ ഏകദേശം 10-15 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് വർക്കാകും. നമുക്ക് എല്ലാ സൗണ്ടുകളും ആ മൊബൈലിൻ്റെ പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും നമുക്ക് കേൾക്കാം. ഇവിടെ അത് ഇതുപോലെ ഓഫ് ചെയ്താൽ മതി. ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഓഫ് ചെയ്താൽ മതി. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ചില മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റിങ്സ് ഇതിനായിട്ടുണ്ട്. ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ സെറ്റിങ്സ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റിൻ്റെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാകും. ഏറ്റവും മുകളിൽ കാണുന്ന ആക്സസിബിലിറ്റി എന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ടത് ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇത് എല്ലാ മൊബൈലിലും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈലായിട്ട് ഞാൻ പെയർ ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്തതുകൊണ്ട് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്ട് കാണിക്കും. കണക്റ്റഡ് ആകും. അവിടെ കണക്ട് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ വർക്കാവും. നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇനി മൊത്തത്തിൽ ബാക്ക് വന്നിട്ട് ഈ ഐക്കൺ ഇവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ഇത് വർക്കിംഗ് ആണ്. ഇവിടെ പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകും. ഞാനിപ്പോൾ ലോക്ക് ചെയ്യാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാകുന്നുണ്ട്. പരിസരത്തുള്ള സൗണ്ടുകളൊക്കെ എനിക്ക് കേൾക്കാം. ഇനി ബ്ലൂടൂത്തിൻ്റെ പരിധിയിൽ 10-15 മീറ്റർ പരിധിയിൽ നിങ്ങൾ മൊബൈൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങൾക്ക് ആ പരിസരത്ത് എന്തൊക്കെയാണ് സംസാരം നടക്കുന്നത് എല്ലാം കൃത്യമായി കേൾക്കാം. ഇനിയിപ്പോൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനും സാധിക്കും. മൊത്തത്തിൽ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ് എന്ന ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് നന്മയോ തിന്മയോ അതേതുമാകട്ടെ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.